വ്യത്യാസം എന്താണ്? മഹാത്മാഗാന്ധി ഇതിലേത് കാറ്റഗറിയിൽ പെടും? ഞാൻ ഇതിലേത് കാറ്റഗറിയിൽ പെടും? ഇന്ന് നമ്മൾ നോക്കുന്നത് ഇത്തരം ടേംസിൻ്റെ വ്യത്യാസങ്ങളെ കുറിച്ചിട്ടാണ്. വെൽക്കം ടു മർക്കാർ അസോസിയേറ്റ്സ്. ലോയർ, ലോ ഡിഗ്രി എടുത്തവരെയാണ് നമ്മൾ ലോയർ എന്ന് പറയുന്നത്. അത് 5 ഇയർ ഡിഗ്രി കോഴ്സ് ആവാം, 3 ഇയർ ഡിഗ്രി കോഴ്സ് ആവാം. ഇന്ത്യയിൽ നിങ്ങൾ നിയമം പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ യു ബിക്കം എ ലോയർ. എന്നാൽ ഇവർ കോർട്ടിലെ ക്ലയൻസിന് വേണ്ടി റെപ്രസെൻ്റ് ചെയ്ത് സ്വന്തമായിട്ട് വാദിക്കുന്നില്ല. ഇവർ ഇൻവോൾവ് ചെയ്യുന്ന മേഖല ഏതൊക്കെയാണെന്ന് വെച്ചാൽ പൊതുജനങ്ങളെ നിയമം അവബോധവൽക്കരിക്കുക, ഉപദേശിക്കുക, അവർക്ക് വേണ്ട അഡ്വൈസ് നൽകുക, ബോധവൽക്കരിക്കുക, ഇതൊക്കെയാണ് ഇവർ ഇൻവോൾവ് ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത്. ബാരിസ്റ്റർ, ലോയറിൻ്റെ സിനോണിം ടേമാണ് ബാരിസ്റ്റർ. ഒരാൾ ഇംഗ്ലണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ ലോ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയതെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് ബാരിസ്റ്റർ എന്ന് വിളിക്കാം. അദ്ദേഹം ഇൻവോൾവ് ചെയ്യുന്ന മേഖല ലീഗൽ പോളിസി ഫോർമേഷനാണ്. ഇത്തരത്തിലൊരു ബാരിസ്റ്റർ ആയിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധി. അഡ്വക്കേറ്റ്, ലോയർ ആയതിനു ശേഷം ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ പാസ്സായവരെയാണ് നമ്മൾ അഡ്വക്കേറ്റ് എന്ന് വിളിക്കുന്നത്. ഇവർ കോർട്ടിൽ സ്വന്തം ക്ലയൻസിനെ റെപ്രസെൻ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർക്ക് ധാരാളം കേസുകളും ക്ലയൻസും ഉണ്ടായിരിക്കും. അഡ്വക്കേറ്റ്സ് ആക്ട് 1961 അഡ്വക്കേറ്റ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അഡ്വക്കേറ്റ്സ് ആർ അറ്റോർണീസ് ഹു ഹാവ് പാസ്ഡ് ദ ബാർ കൗൺസിൽ എക്സാംസ് എന്നാണ്. അഡ്വക്കേറ്റ്സ് ആക്ട്സ് 1961 പ്രകാരം അഡ്വക്കേറ്റ്സിന് പല വിധത്തിലുള്ള റൈറ്റ്സ്, അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ, പ്രൊട്ടക്ഷൻസ് ഇതൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേത് കാറ്റഗറിയിൽ പെടുമെന്നാണ്. ഇപ്പോൾ എന്നെ ഇതിലേത് കാറ്റഗറിയിലും പെടുത്താൻ പറ്റില്ല, കാരണം ഞാനൊരു ലോ സ്റ്റുഡൻ്റ് ആണ്. 2 വർഷത്തിന് ശേഷം ഞാനൊരു അഡ്വക്കേറ്റ് ആവും. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.